നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ സംസ്ഥാനത്ത് മുന്നണികളിൽ ആശയക്കുഴപ്പം. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ആർക്ക് അനുകൂലമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണികൾ. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ കിട്ടിയ ശേഷമായിരിക്കും അന്തിമ വിലയിരുത്തലിലേക്ക് എത്തുക. എങ്കിലും അവകാശവാദങ്ങളിൽ ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ ഒരു കുറവും വരുത്തിയിട്ടില്ല. ശബരിമലയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും കത്തിനിന്ന 2019 തിരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. 77.84% പോളിംഗ് ആകെ രേഖപ്പെടുത്തിയപ്പോൾ പല മണ്ഡലങ്ങളിലും അത് 80 കഴിഞ്ഞിരുന്നു. ഇത്തവണ 45 ദിവസം നീണ്ട പ്രചണ്ഡമായ പ്രചാരണം നടത്തിയിട്ടും ഒരു മണ്ഡലത്തിൽ മാത്രമാണ് 80ലേക്ക് എത്തിയത്. അതായത് ആകെ പോളിംഗ് ശതമാനത്തിലും കനത്ത ഇടിവുണ്ടായി എന്നർത്ഥം. മുന്നണികൾ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. ഇതിനുള്ള കാരണം എന്തെന്ന നിഗമനത്തിലേക്ക് എത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും കഴിഞ്ഞ തവണത്തെ ഉജ്ജ്വല വിജയം ഇത്തവണയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ തിരിച്ചടി ഇത്തവണ ഉണ്ടാകില്ലെന്ന ഉറച്ച വിലയിരുത്തലിലാണ് LDF. 1 നിന്നും 7ലേക്കെങ്കിലും വളരുമെന്ന കണക്കുകൂട്ടലാണ് LDF. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ കിട്ടിയ ശേഷം പാർട്ടി കണക്ക് പറയാമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യപ്പെട്ടത് ആർക്ക് അനുകൂലമാകുമെന്ന വ്യക്തത LDFനും UDFനും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം തിരുവനന്തപുരത്തും തൃശൂരും വിജയപ്രതീക്ഷ BJP പങ്കുവയ്ക്കുന്നുണ്ട്. അടിയൊഴുക്കുകൾ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുമെന്നതുകൊണ്ട് പ്രവചനത്തിന്റെയും പ്രതീക്ഷയുടെയും ആയുസ് ജൂൺ 4 വരെ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.